ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 9 ഹിന്ദിയിലെ മൂന്നാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ജബ് ഗാന്ധിജി കി ഖടി ചോരി ചലി ഗയി എന്ന് പറയുന്ന ലേഖാണ്. ഇത് എഴുതിയിട്ടുള്ളത് സ്വയം പ്രകാശാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലേഖ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഏതെങ്കിലും ഒരു ബോറിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആയിരിക്കും എന്നാണ്. എന്നാൽ ഇതൊരു സ്റ്റോറി പോലെ നമുക്ക് വായിക്കാവുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഇൻഡിപെൻഡൻസ്, നമ്മുടെ നാഷനെ കുറിച്ചൊക്കെയുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്ന മൂന്നാമത്തെ യൂണിറ്റിൽ. അതിലെ ഫസ്റ്റ് ചാപ്റ്ററാണിത്. ജബ് ഗാന്ധിജി കി ഖടി ചോരി ചലി ഗയി. ഖടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വാച്ചാണ്. അതായത് നമ്മൾ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും, ഗാന്ധിജിയുടെ കയ്യിൽ ഒരു പ്രത്യേക ടൈപ്പ് വാച്ച് ഉണ്ട്. ഈ ഫോട്ടോയിലില്ല. സോ ഒരു ഓൾഡ് മോഡൽ, വിൻറ്റേജ് മോഡലിലുള്ള ഒരു ചെയിനോട് കൂടിയ ഒരു ഫ്ലിപ്പ് ചെയ്യാവുന്ന ടൈപ്പ് ഒരു ചെറിയ വാച്ച് ഉണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ മീനിങ് ഗാന്ധിജിയുടെ വാച്ച് മോഷണം പോയപ്പോൾ. ഇതൊരു ലേഖാണ്. ഏത് കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഏത് വിധ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലേഖാണ്. എഴുതിയിട്ടുള്ളത് സ്വയം പ്രകാശിൻ്റെ രചനയാണിത്. അപ്പം നമുക്ക് സ്വയം പ്രകാശിനെ കുറിച്ചൊന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. അങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്ത് സ്വയം പ്രകാശിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മം 20 ജനുവരി 1900 എത്രയായിരുന്നു 47. ഓക്കെ, മൃത്യു 7 ഡിസംബർ 2019. സ്വയം പ്രകാശ് ഹിന്ദി കഹാനികാർ के रूप में मशहूर है. ഹിന്ദിയിലെ പ്രശസ്തനായ ഒരു സ്റ്റോറി റൈറ്ററാണ്. ഉൻകാ ജന്മ മധ്യപ്രദേശ് में हुआ. ജന്മ മധ്യപ്രദേശിലാണ്. സൂരജ് കപ്പ് നികലേഗ, ആയെങ്കെ അച്ഛേ ദിൻ ബി, ബീച്ച് में വിനയ്, ഇന്ധൻ ആദി ഉൻകി പ്രമുഖ രചനായ. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകൾ. ഇനി അദ്ദേഹത്തിന് കിട്ടിയുള്ള പുരസ്കാരങ്ങൾ നോക്കുകയാണെങ്കിൽ രാംഗേ രാഘവ് പുരസ്കാർ, പഹൽ പുരസ്കാർ തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് തിരിച്ചു പോകാം. ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ടിങ്ങിലെത്തി. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് പറയാനുള്ളത്, ഓക്കെ നമുക്ക് വായിച്ച് മീനിങ്ങിലേക്ക് പോവാം. ഓക്കെ, फर्स्ट है, जब अंग्रेज़ों के अंतिम वाइसरॉय लॉर्ड माउंटबैटन भारत आए तो उन्होंने सोचा कि गांधी जी से बात किए बगैर भारत में कुछ नहीं किया जा सकता. ഓക്കെ, അംഗ്രേസോങ്കെ അന്തിം വൈസ്രോയി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ഹയസ്റ്റ് ഒഫീഷ്യലാണ്. അതായത് നമ്മൾക്കറിയാം ബ്രിട്ടീഷുകാരുടെ ഒരു കോളനി ആയിരുന്നു ഇന്ത്യ. ആ ഒരു ടൈമിൽ ആ കോളനിയുടെ ഉത്തരവാദിത്വം ഒരു വൈസ്രോയിനെയാണ് ബ്രിട്ടീഷുകാർ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കി കഴിയുമ്പോൾ നമ്മളുടെ ഒരു കോളനി ആണെങ്കിൽ അവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് ഒഫീഷ്യൽ എന്ന് പറയുന്നത് വൈസ്രോയി ആണ്. ഓക്കെ, അങ്ങനെ ഇന്ത്യയിൽ വന്ന ലാസ്റ്റ് വൈസ്രോയി ആണ് ലോർഡ് മൗണ്ട്ബാറ്റൻ. അദ്ദേഹം വന്നത് മാർച്ച് 1947. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് ആഗസ്റ്റ് 15. ഓക്കെ, അപ്പോൾ അദ്ദേഹമാണ് ലാസ്റ്റത്തെ ഇന്ത്യയിൽ വന്ന വൈസ്രോയി. जब अंग्रेज़ों के अंतिम वाइसरॉय लॉर्ड माउंटबैटन भारत आए तो उन्होंने सोचा कि गांधी जी से बात किए बगैर भारत में कुछ नहीं किया जा सकता. ഓക്കെ, ഇതിൽ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വൈസ്രോയി എന്ന് പറയുന്നത് ലോർഡ് മൗണ്ട് ബാറ്റൺ ആണ്. പിന്നെ ബാത് കിയെ ബഗൈർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കാതെ, ഭാരത് മേ കുച്ച് നഹി കിയാ ജാ സക്ത. അതായത് ലാസ്റ്റ് വൈസ്രോയി ആയിട്ടുള്ള ലോർഡ് മൗണ്ട് ബാറ്റൺ ഭാരതത്തിൽ വന്നു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഗാന്ധിജിയുടെ അടുത്ത് സംസാരിക്കാതെ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, കാരണം ഗാന്ധിജിക്ക് അത്ര ഇമ്പോർട്ടൻസ് നമ്മുടെ രാജ്യത്ത് ആ സമയത്തുണ്ട്. അപ്പോൾ എന്താണ് ഗാന്ധിജിയുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു പുതിയ തീരുമാനം അങ്ങനെ ഒന്നും എടുക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. तो परंपरा अनुसार उन्होंने गांधी जी को चाय पर बुलाया. അപ്പോൾ ഗാന്ധിജീനെ കാണാനും സംസാരിക്കാനും വേണ്ടി അദ്ദേഹം ഗാന്ധിജിയെ ചായ സൽക്കാരത്തിന് ക്ഷണിച്ചു. അവർ ഗാന്ധിജീനെ ഈ ആമന്ത്രൺ സ്വീകാർ ബി കർ ലിയ. അപ്പോൾ എന്താണ് ഗാന്ധിജി ഈ ക്ഷണം സ്വീകരിച്ചു അദ്ദേഹം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഗാന്ധിജി സെ ബാത് കിയെ ബഗൈർ ഭാരത് में कुछ नहीं किया जा सकता. മൗണ്ട് ബാറ്റൻ ने ऐसा क्यों सोचा होगा. മൗണ്ട് ബാറ്റൻ്റെ പിക്ചറുണ്ട്, ഗാന്ധിജിയുടെ ഉണ്ട്, പിന്നെ എൻ്റെ വൈഫ്. ഓക്കെ, മൗണ്ട് ബാറ്റൻ്റെ വൈഫിൻ്റെ പിക്ചറും ഉണ്ട്. സോ ഗാന്ധിജിയുടെ അടുത്ത് സംസാരിക്കാതെ ഭാരതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചിന്തിച്ചത്. അപ്പം അതിൻ്റെ ആൻസർ പറയുകയാണെങ്കിൽ എന്താണ്, ഭാരതത്തിൽ ആ സമയത്ത് ഗാന്ധിജിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, പക്ഷേ പ്രത്യേകിച്ച് ആ സമയത്ത്. അപ്പോൾ എന്താണ്
അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിക്കാതെ എന്താണ് ഭാരതത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു കാര്യം നടപ്പാക്കാൻ പറ്റില്ലെന്ന ഉത്തമ ബോധ്യം ലോർഡ് മൗണ്ട് ബാറ്റന് ഉണ്ടായിരുന്നു. ഓക്കെ, ബാക്കി നമുക്ക് നോക്കാം. अब वाइसरॉय भवन में इस चाय पार्टी की भारी तैयारियां शुरू हो गई. അപ്പോൾ എന്താണ് വൈസ്രോയിയുടെ ആ ഒരു ഹൗസിൽ ഈ ചായ സൽക്കാരത്തിന് വേണ്ടിയുള്ള തയ്യാരിയ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കാരണം ഗാന്ധിജീനെ ചായ സൽക്കാരത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. അപ്പം വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഗാന്ധിജി ചായ് പിയേങ്കെ യാ ദൂത്. അപ്പം എല്ലാവരുടെയും മനസ്സിൽ പല ക്വസ്റ്റ്യൻസ് വരും. അതായത് ഗാന്ധിജി ചായ കുടിക്കുമോ അതെയോ പാലാണോ കുടിക്കുന്നത്? വേ ശാഖാഹാരി ഹേ യാ മാംസാഹാരി, വെജാണോ നോൺ വെജാണോ? ശാഖാഹാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെജ്, മാംസാഹാരി നോൺ വെജ്. കുർസി മേസ് പർ ബൈഠ്കർ നാശ്ത കരേങ്കെ യാ ഫർഷ് പർ ബൈഠ്കർ. ഫർഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തറ, അതായത് മേശയിലും കസേരയിലും ഇരുന്നിട്ടാണോ ആഹാരം കഴിക്കുന്നത്, തറയിലിരുന്നാണോ ആഹാരം കഴിക്കുന്നത്? രസോയ്യ ക ബ്രാഹ്മൺ ഹോന ജരൂരി ഹേയ കോയി ബി ചലേക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്ക് ബ്രാഹ്മണനാവണോ അല്ലെങ്കിൽ ആരായാലും കുഴപ്പമില്ലേ? ഉസ് ദിൻ ഗാന്ധിജിക്ക് ഉപവാസത്തോ നെഹി രഹേക. ആ ദിവസം ഗാന്ധിജി ഉപവാസത്തിലായിരിക്കുമോ? ഉൻകെ സാത്ത് കിത്തനെ ലോക ആയെങ്കിൽ, അദ്ദേഹത്തിനോടൊപ്പം എത്ര ആളുകൾ വരും? ഓർ വേ ക്യാ ഖായെങ്കിൽ, അദ്ദേഹം എന്ത് കഴിക്കും? ഗാന്ധിജിക്കോ നാസ്തമേ ക്യാ ഖാന പസന്ത് ഹെ, ഗാന്ധിജിക്ക് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്ത് കഴിക്കാനാണ് ഇഷ്ടം? ഉസേ പക്കാനെ കെ ലിയെ രസോയ്യ കഹാ സെ ബുൽവായെ ജായെങ്കിൽ. ഓക്കെ, അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഈ കുക്കിനെ എവിടെ നിന്ന് വിളിക്കും? ഓർ സാമഗ്രി കഹാ സെ മംഗ്വായി ജായേഗി, മംഗ്വാന എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവരിക. അതിനുവേണ്ടി ആവശ്യമായ സാധനങ്ങൾ എവിടെ നിന്ന് വാങ്ങും? വഗേര വഗേര, വഗേര എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങിയവ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസൊക്കെയാണ് ആളുകളുടെ മനസ്സിലുണ്ടാകുക. അദ്ദേഹം എന്ത് കഴിക്കും, അല്ലെങ്കിൽ നിലത്തിരുന്ന് കഴിക്കുമോ, പിന്നെ കുക്ക് ബ്രാഹ്മണനാവണോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് അവരുടെ മനസ്സിലൂടെ പോയി. ഓക്കെ, ഗാന്ധിജിനെ ചായ സൽക്കാരത്തിന് ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അവർ ചിന്തിക്കാൻ തുടങ്ങി. ശ്രീമതി മൗണ്ട് ബാറ്റൻ ने इसका सारा जिम्मा खुद ले लिया. ശ്രീമതി അതായത് മൗണ്ട് ബാറ്റൻ്റെ വൈഫാണ് ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. അതായത് ഗാന്ധിജിയെ ചായ സൽക്കാരത്തിന് ക്ഷണിക്കുമ്പോൾ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തിയത് ശ്രീമതി മൗണ്ട് ബാറ്റൻ ആണ്. ഓക്കെ, അപ്പോൾ അത്രയുമാണ് നമ്മൾ ഈ ഫസ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് എന്താണ്, ഒരു ലേഖനമാണ്, പക്ഷേ അതിലുപരി ഒരു സ്റ്റോറി പോലെ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പം അതിനകത്ത് ഗാന്ധിജിയെ ചായ സൽക്കാരത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. ആര്? ഭാരതത്തിൽ വന്ന ലാസ്റ്റ് വൈസ്രോയി ആയിട്ടുള്ള ലോർഡ് മൗണ്ട് ബാറ്റൺ, പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഫ് അതായത് ശ്രീമതി മൗണ്ട് ബാറ്റനെ കുറിച്ചും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുവാണ്. അപ്പം ബാക്കി റിമൈനിങ് പാർട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഗായ്സ്, സീ ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.